ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ താപം, ഹീറ്റ്, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ വസ്തുക്കളും ഓരോ രൂപത്തിൽ കാണുന്നത്, സോളിഡായിട്ട്, ലിക്വിഡായിട്ട്, ഗ്യാസ് ആയിട്ട്, ഖരമായിട്ട്, ദ്രാവകമായിട്ട്, വാതകമായിട്ട്, ഈ മൂന്ന് അവസ്ഥകളിൽ കാണപ്പെടുന്നത് അതിലടങ്ങിയിരിക്കുന്ന താപത്തിന്റെ അളവനുസരിച്ചാണ്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ മൂന്ന് അവസ്ഥകളുടെയും പ്രത്യേകതകൾ പറയാം. സോളിഡ്, ഖരപദാർത്ഥത്തിൽ ഇന്റർമോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് വെരി ഹൈ. ഖരപദാർത്ഥത്തിലെ തന്മാത്രകൾ തമ്മിൽ ആകർഷണബലം വളരെ കൂടുതലാണ്. ഇൻ എ സോളിഡ് ദി മോളിക്യൂൾ ആർ ക്ലോസ്ലി പാക്ഡ്. അതിനകത്തെ മോളിക്യൂൾസ് അടുത്തടുത്താണ് ഇരിക്കുന്നത്. സോളിഡ് ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. സോളിഡിന് കൃത്യമായ ആകൃതിയും ഉണ്ട്, വലിപ്പവും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് സോളിഡ് ആണെങ്കിൽ അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തേക്കുവാണ്. സോളിഡ് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസ് ആണ്, അടുത്തടുത്ത് പാക്ക് ചെയ്തിരിക്കുന്ന തന്മാത്രകളാണ്. ഇനി നമുക്ക് ലിക്വിഡ് നോക്കാം. അല്പം അകലെയാണ്, ലിക്വിഡ് ആണെങ്കിൽ അല്പം അകന്നാണ് ഇരിക്കുന്നത്. ഗ്യാസ് നോക്കാം, വളരെ അകന്നാണ്, ഗ്യാസ് വളരെ അകന്നായിരിക്കുന്നത്. അപ്പൊ സോളിഡിന് കൃത്യമായ ആകൃതിയുണ്ട്, ഷേപ്പുണ്ട്. ലിക്വിഡിനോ ഡെഫിനറ്റ് വോളിയം ഉണ്ട്, കൃത്യമായ വ്യാപ്തമുണ്ട്, പക്ഷേ കൃത്യമായ ഷേപ്പില്ല. ഈ ഖരപദാർത്ഥങ്ങൾക്ക്, സോളിഡിന് തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കരമാണ്, ലിക്വിഡിന് അല്പം കുറവാണ്. ഗ്യാസിനാണെങ്കിൽ തന്മാത്രകൾ തമ്മിൽ നെഗ്ലിജിബിൾ ആണ്, അതായത് തള്ളിക്കളയാവുന്ന അത്ര അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ആകർഷണ ബലം മാത്രമേ ഉള്ളൂ. ഇനി ഖരപദാർത്ഥത്തിലെ മോളിക്യൂൾസിന് ഗതികോർജം, കൈനറ്റിക് എനർജി വളരെ കുറവാണ്. ലിക്വിഡ് ആകുമ്പോൾ കൈനറ്റിക് എനർജി കുറച്ചും കൂടെ കൂടി, ഗ്യാസ് ആവുമ്പോൾ, വാതകമാവുമ്പോൾ ഗതികോർജം കൂടുതൽ കൂടി. അതായത് നമ്മൾ താപം കൊടുക്കുന്തോറും തന്മാത്രകളുടെ ഗതികോർജം കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 3 സ്റ്റേറ്റിൽ, അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. 3 സ്റ്റേറ്റിൽ, 3 അവസ്ഥകളിൽ വസ്തുക്കൾ കാണപ്പെടാനുള്ള കാരണം താപമാണ്. ഖരപദാർത്ഥങ്ങളിൽ, സോളിഡിൽ തന്മാത്രകൾ വളരെ അടുത്താണ് ഇരിക്കുന്നത്, കാരണം അവയുടെ കൈനറ്റിക് എനർജി കുറവാണ്, താപം കുറവാണ്. താപം കുറയുമ്പോഴാണ് കൈനറ്റിക് എനർജി കുറയുന്നത്, ഗതികോർജം കുറയുന്നത്. ലിക്വിഡില് താപം അല്പം കൂടുതലാണ്. അപ്പൊ എന്താണ്, നമ്മൾ സോളിഡ് ഉരുക്കിയ ലിക്വിഡ് ആവുമല്ലോ, താപം കൊടുക്കുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം കൂടുന്നു, അല്പം അകലുന്നു. വീണ്ടും താപം കൊടുക്കുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം വീണ്ടും കൂടുന്നു, അതായത് കൈനറ്റിക് എനർജി വീണ്ടും കൂടുന്നു, അപ്പൊ ഗ്യാസ് ആവുന്നു. ഈ 3 അവസ്ഥകളിൽ കാണപ്പെടാനുള്ള കാരണം എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ആ കൈനറ്റിക് എനർജി കാരണം എന്താണ്? താപമാണ്. അപ്പോൾ എന്താണ് താപം, എന്താണ് താപം, എന്താണ് താപനില, എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ? ഞാൻ പറയാം. പണം എന്ന് പറയുന്നതാണ് താപം, പണക്കാരൻ എന്ന് പറയുന്നതാണ് താപനില, പണം എന്ന് പറയുന്നതാണ് ഹീറ്റ്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പണക്കാരൻ എന്ന് പറയും. അതായത് പണം കൂടുമ്പോൾ അവൻ പണക്കാരനാവുന്നു, താപം കൂടുമ്പോൾ താപനില വർദ്ധിക്കുന്നു. താപം കൂടിയ അവസ്ഥയെ പണക്കാരൻ എന്ന അവസ്ഥ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പണം കൂടിയ അവസ്ഥയാണ് പണക്കാരൻ. പണം കൊടുക്കുന്തോറും പണക്കാരൻ എന്ന് പറയുന്ന അവസ്ഥ കൂടിക്കൂടി വരുന്നു. പണക്കാരൻ, ഭയങ്കര പണക്കാരൻ, അതിലും വലിയ പണക്കാരൻ. അതുപോലെ താപം കൊടുക്കുന്തോറും എന്താണ്, താപനില കൂടിക്കൂടി വരുന്നു. താപനില കൂടുതലാണ്, അതിലും കൂടുതലാണ്, അതിലും കൂടുതലാണ്. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ താപം കൊടുക്കുന്തോറും താപനില കൂടുന്നു. ഇനി സയൻസിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ, അത് മനസ്സിലാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. താപം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ഇൻ ഇറ്റ്. ഒരു വസ്തുവിന്റെ താപം എന്ന് പറയുന്നത് അതിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജമാണ്. അതാണ് ഹീറ്റ്, താപം. ഇനി താപനില എന്താണ്? ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി മെഷർ ഓഫ് പ്രൊപ്പോർഷണൽ ടു ദി ആവറേജ് കൈനറ്റിക് എനർജി. ഒരു സബ്സ്റ്റൻസിലെ മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയെ കാണിക്കുന്ന സംഖ്യയാണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തെ കാണിക്കുന്നതാണ് എന്ത്? താപനില എന്ന് പറയുന്നത്. അപ്പൊ താപം കൊടുക്കുന്തോറും താപനില വർദ്ധിക്കുന്നു. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ താപം എന്താണ്, താപനില എന്താണ്? ഡെഫിനിഷൻ ചോദിക്കണമെന്നില്ല, ഇതിനൊന്ന് പഠിച്ചു വെച്ചോളൂ. ഇനി താപവും താപനിലയൊക്കെ മനസ്സിലായി. ഈ താപം എങ്ങനെ അളക്കും, താപനില എങ്ങനെ അളക്കും? താപം എങ്ങനെ അളക്കും, താപനില എങ്ങനെ അളക്കും? താപനിലയുടെ, അതായത് ടെമ്പറേച്ചർ, താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. SI യൂണിറ്റ് കെൽവിനാണ്. എന്നാൽ സാധാരണ നമ്മൾ താപനില അളക്കുന്നത്, താപമല്ല, താപനില അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്.
അപ്പൊ കെൽവിനും ഡിഗ്രി സെൽഷ്യസുമാണ് താപനിലയുടെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്സ്. എന്നാൽ ഹീറ്റിന്റെ യൂണിറ്റോ താപത്തിന്റെ യൂണിറ്റോ ഹീറ്റിന്റെ യൂണിറ്റ് ജൂളാണ്. ഹീറ്റിന്റെ യൂണിറ്റ് ജൂളാണ്, താപത്തിന്റെ യൂണിറ്റ് ജൂളാണ്. കലോറി എന്ന യൂണിറ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കലോറിയാണോ ജൂളാണോ വലിയ യൂണിറ്റ്? കലോറിയാണ് വലിയ യൂണിറ്റ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പോൾ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്തൊക്കെയാണ്? എസ് യൂണിറ്റ് കെൽവിനാണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്. താപനിലയുടെ യൂണിറ്റ് ഹീറ്റ്, താപത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. കലോറി എന്നും യൂണിറ്റ് ഉണ്ട്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പൊ പരീക്ഷയ്ക്ക് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പഠിച്ചോണെന്ന് എനിക്ക് തോന്നാം. ഇതെല്ലാം ആവശ്യമുള്ളതാണ്. ഇതൊക്കെ മനസ്സിലായാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓരോ ഭാഗങ്ങളും പഠിക്കുക. ഇനി താപനില അളക്കുന്ന യൂണിറ്റ് എന്താണ്? അല്ലെങ്കിൽ അത് പഠിച്ചു. ഇനി താപനില ടെമ്പറേച്ചർ അളക്കാനുള്ള ഡിവൈസ് ഉപകരണമുണ്ട്. അതെന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. സെൽഷ്യസ് തെർമോമീറ്ററും ഫാരൻഹീറ്റ് തെർമോമീറ്ററും ഉണ്ട്. അപ്പൊ താപം സെൽഷ്യസിൽ അളക്കുന്നുണ്ട്, ഫാരൻഹീറ്റിൽ അളക്കുന്നുണ്ട്, കെൽവിനിൽ അളക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലം ഞാൻ ചെയ്യും. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുല പഠിപ്പിക്കുന്നേ ഉള്ളൂ. ഇവിടെ സെൽഷ്യസ് 5/9 × F-32. അതായത് ഫാരൻഹീറ്റ് തന്നിരുന്നാൽ, ഫാരൻഹീറ്റിൽ താപനില ടെമ്പറേച്ചർ തന്നിരുന്നാൽ സെൽഷ്യസ് ആക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. ഇനി സെൽഷ്യസിൽ തന്നിരുന്നാൽ ഫാരൻഹീറ്റ് ആക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് ആക്കാം, ഫാരൻഹീറ്റിനെ സെൽഷ്യസ് ആക്കാം. ഈ ഫോർമുല ഉപയോഗിച്ച് ഞാൻ ചെയ്യും ഉടൻ തന്നെ. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്, പേടിക്കണ്ട. അപ്പൊ കെൽവിനോന്ന് ചോദിക്കാം. കെൽവിനോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ? സെൽഷ്യസ് ആക്കാലോ. ഫാരൻഹീറ്റ് എന്നാൽ അത് സെൽഷ്യസ് ആക്കാം. സെൽഷ്യസ് ആക്കി കഴിഞ്ഞിട്ട് അത് കെൽവിനിലാക്കാൻ ആക്കാൻ നല്ല എളുപ്പവഴി പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? സെൽഷ്യസിനെ കെൽവിനാക്കാൻ 273 കൂട്ടിയാൽ മതി. 273 കൂട്ടിയാൽ മതി. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? 273 കെൽവിനാണ്. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതോ 273 1 കൂട്ടിയാൽ മതി. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസും അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ, പേടിക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ കൃത്യമായിട്ട് കിട്ടുള്ളൂ. കൂടുതലും സബ്സ്ക്രിപ്ഷൻ വ്യൂവേഴ്സിന്റെ അത്ര വരുന്നത് കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. പരാതി പറഞ്ഞല്ല. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.